എന്താണ് ICSI ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്? ICSI ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് ഫോം ഓഫ് IVF ട്രീറ്റ്മെൻ്റ് ആണ്. അതായത് ഒരു ഹയർ ഗ്രേഡ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണിത്. ബേസിക്കലി ഈ ട്രീറ്റ്മെൻറ്റിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സെമൻ സാമ്പിളിൽ നിന്ന് നല്ല ചലനശേഷിയും നോർമലുമായിട്ടുള്ള സ്പേമിനെ തിരഞ്ഞെടുത്ത് അതുപോലെ ലഭിക്കുന്ന അണ്ടങ്ങളുമായി സംയോജിപ്പിച്ച് ലഭിക്കുന്ന എംബ്രിയോവിനെ യൂട്രസിൽ നിക്ഷേപിക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനിൽ കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. സോ ഈ ട്രീറ്റ്മെൻറ്റ് എല്ലാ പേഷ്യൻസിനും ആവശ്യമായിട്ടില്ല. ആർക്കൊക്കെയാണ് ഇത് വേണ്ടതെന്ന് ആക്ച്വലി ഡോക്ടർ വിൽ ഡിസ്കസ് വിത്ത് യു. സാധാരണയായിട്ട് ഈ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഓഫർ ചെയ്യുന്നത് പൊതുവെ നല്ല ചലനശേഷിയും നോർമലുമായിട്ടുള്ള സ്പേംസ് ലഭിക്കാത്ത മെയിൽസിന്, അല്ലെങ്കിൽ ഒരുപാട് ഏജ് ആയിട്ടുള്ള ഫീമെയിൽസിന്, അല്ലെങ്കിൽ പലതവണ അണ്ടോൽപാദന ടാബ്ലറ്റുകളെല്ലാം എടുത്തിട്ടും ട്രീറ്റ്മെൻറ്റ് പരാജയപ്പെട്ട കപ്പിൾസിന്, അല്ലെങ്കിൽ IUI പലതവണ ചെയ്ത് പരാജയപ്പെട്ട കപ്പിൾസിന്, ഇല്ലെങ്കിൽ അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞ കാറ്റഗറി പേഷ്യൻസ്, അല്ലെങ്കിൽ ട്യൂബൽ ബ്ലോക്ക് ഉള്ള പേഷ്യൻസിന്, ഇവർക്കൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് ഈ ട്രീറ്റ്മെൻറ്റ് ഓഫർ ചെയ്യുന്നത്. സോ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ബേസിക്കലി സ്റ്റെപ്പ് വൈസ് പ്രോസസ്സാണ്. സോ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റിമുലേഷൻ പ്രോസസ്സാണ്. അതായത് ഓവറീസിലാണ് ഈ അണ്ടോൽപാദനം നടക്കുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എഗ്ഗ് ഡെവലപ്പ് ചെയ്യാനുള്ള ഇഞ്ചെക്ഷൻസ് നൽകുക എന്നുള്ളതാണ്. ഏകദേശം ഒരു 7 to 8 days ഓഫ് ഇഞ്ചെക്ഷനാണ് സാധാരണ രീതിയിൽ ആവശ്യമായിട്ടുള്ളത്. പക്ഷേ അഗൈൻ ദിസ് വേരീസ് ഡിപ്പെൻഡിങ് അപ്പോൺ പേഷ്യൻസ് ബോഡി വെയ്റ്റ് ആൻഡ് ക്യാരക്ടേഴ്സ്. സോ ജനറലി ഇഞ്ചെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പീരീഡിൻ്റെ 2nd അല്ലെങ്കിൽ 3rd ഡേ ആയിരിക്കും. സോ പീരീഡിൻ്റെ 2nd അല്ലെങ്കിൽ 3rd ഡേ നിങ്ങളിവിടെ വരുമ്പോൾ ഒരു സ്കാനും ഒന്ന് രണ്ട് ബ്ലഡ് ടെസ്റ്റും ഉണ്ടായിരിക്കും. സോ ഈ സ്കാനിൻ്റെയും ബ്ലഡ് ടെസ്റ്റിൻ്റെയും അടിസ്ഥാനത്തിലാണ് ആ മാസം ഇഞ്ചെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് തീരുമാനിക്കുന്നത്. സോ ഐഡിയലി ഈ സ്കാനും ബ്ലഡ് ടെസ്റ്റും എല്ലാം നോർമൽ ആണെങ്കിൽ അന്ന് ഇഞ്ചെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതിനോടനുബന്ധിച്ച് പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിലെ ഫോളോ അപ്പ് ഡോക്ടർ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഏത് ദിവസം വരണം, എപ്പോൾ വരണം എന്നെല്ലാം ഡോക്ടർ വിൽ ബി എക്സ്പ്ലെയിനിങ് ടു യു. സോ ഇതിൻ്റെ ഫോളോ അപ്പിനായിട്ട് പിന്നെ മോസ്റ്റ്ലി 2-3 days കഴിയുമ്പോൾ പിന്നെയും വിളിക്കും. എന്നിട്ട് പിന്നെയും ഈ പറഞ്ഞ പോലെ സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റും ഉണ്ടായിരിക്കും. എഗൈൻ ഈ ഫോളിക്കിൾ വലുതാകുന്നുണ്ടോ, അണ്ഡം വലുതാകുന്നുണ്ടോ എന്ന് നോക്കാനാണ് ഇതിൻ്റെ ബേസിക് ഇൻറ്റൻഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 7-8 ദിവസം ഇഞ്ചെക്ഷനാണ് ജനറലി ആവശ്യമായിട്ട് വരിക. ഈ ഫൈനൽ ഇഞ്ചെക്ഷന്, അതായത് ഫൈനൽ മെച്ചുറേഷന് ഏകദേശം സമയമായെന്ന് തീരുമാനിക്കുന്നത് ഫോളിക്കിൾ ഏകദേശം ഒരു 18 to 20 millimeter സൈസ് ആകുമ്പോഴാണ്. സോ ഏകദേശം ആ ഒരു സൈസ് ആകുമ്പോൾ നമ്മൾ ജനറലി പേഷ്യൻസിൻ്റെ അടുത്ത് ഇവിടെ അഡ്മിറ്റ് ആകാൻ പറയും. ബിക്കോസ് ഫൈനൽ മെച്ചുറേഷൻ്റെ ഇഞ്ചെക്ഷൻ മിഡ് നൈറ്റിലാണ് നൽകുന്നത്. അതോടനുബന്ധിച്ച് വേറെ ചില ബ്ലഡ് ടെസ്റ്റുകൾ ആവശ്യമായിട്ട് വരും. സോ ഓൾ ആർ പേഷ്യൻസ് നോർമലി ഗെറ്റ് അഡ്മിറ്റഡ് ഓൺ ഫൈനൽ ഇഞ്ചെക്ഷൻ ഡേ. ഫൈനൽ ഇഞ്ചെക്ഷന് ശേഷം ഏകദേശം ഒരു 34 മുതൽ 36 മണിക്കൂറിൻ്റെ ഒരു കാലയളവിൽ, ഒരു വിൻഡോ പീരീഡിലാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പായ എഗ് കളക്ഷൻ ചെയ്യുന്നത്. സോ എന്താണ് എഗ് കളക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെന്നാണെങ്കിൽ, ഒരു സ്കാൻ മെഷീൻ്റെ സഹായത്തോടു കൂടി ഒരു ചെറിയ നീഡിൽ ഇൻസേർട്ട് ചെയ്ത് ആ നീഡിലിൻ്റെ സഹായത്തോടു കൂടി എഗ്ഗിനെ കളക്ട് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ഡോണ്ട് വറി, ഈ പ്രൊസീജിയർ കംപ്ലീറ്റ്ലി പെയിൻ റിലീഫ് നിങ്ങൾക്ക് നൽകിയതിന് ശേഷം മാത്രമേ, കംപ്ലീറ്റ് പെയിൻ റിലീഫ് നൽകിയതിന് ശേഷം മാത്രമേ പ്രൊസീജിയർ ആരംഭിക്കുന്നുണ്ടാവുള്ളൂ. സോ ഇങ്ങനെ കളക്ട് ചെയ്യുന്ന എഗ്സിനെ കിട്ടുന്ന സെമൻ സാമ്പിളിൽ നിന്ന് നല്ല ചലനശേഷിയും നോർമലുമായിട്ടുള്ള സ്പേമുമായി സംയോജിപ്പിച്ച ശേഷം ലഭിക്കുന്ന എംബ്രിയോവിനെ നമ്മളൊരു ഇൻക്യുബേറ്ററിൽ സൂക്ഷിക്കും. അതിനുശേഷം എംബ്രിയോവിൻ്റെ ഡെവലപ്മെൻറ്റ് ഓരോ ദിവസവും നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും. ഏകദേശം ഒരു 3rd or 4th ഡേ ആകുമ്പോഴേക്കും എംബ്രിയോയുടെ ക്വാളിറ്റി എന്താണെന്ന് നമുക്ക് പേഷ്യൻറ്റിനോട് കംപ്ലീറ്റ്ലി കൺവേ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം അഗൈൻ യു വിൽ ഹാവ് എ ഡിസ്കഷൻ വിത്ത് ദ ഡോക്ടർ. വിൽ ബി എ ജോയിൻറ്റ് ഡിസിഷൻ വെദർ എംബ്രിയോ ട്രാൻസ്ഫർ എങ്ങനെ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. സോ നമുക്കിവിടെ രണ്ട് ടൈപ്പ് രീതിയാണ് എംബ്രിയോ ട്രാൻസ്ഫറിനായിട്ടുള്ളത്. ഒന്ന് ഫ്രഷ് എംബ്രിയോ ട്രാൻസ്ഫർ, അല്ലെങ്കിൽ ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ. ഫ്രഷ് എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണെങ്കിൽ ഈ ആസ്പിറേഷൻ, അതായത് എഗ് കളക്ഷന് ശേഷം ഒരു 3 to 5 daysനുള്ളിൽ തന്നെ എംബ്രിയോനെ യൂട്രസിൽ നിക്ഷേപിക്കുന്ന ടെക്നീക്കിനെയാണ് ഫ്രഷ് എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. എന്നാൽ ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഈ ലഭിക്കുന്ന എംബ്രിയോനെ നമ്മൾ ഫ്രീസ് ചെയ്ത്, അതായത് ശീതീകരിച്ച് വെച്ചതിന് ശേഷം ഏകദേശം ഒരു 1.5 മാസത്തിന് ശേഷം ഫീമെയിലിൻ്റെ ബോഡി നോർമലായി, അതായത് ഹോർമോൺസ് എല്ലാം ബാക്ക് ടു നോർമലായതിന് ശേഷം ട്രാൻസ്ഫർ ചെയ്യുന്ന ടെക്നീക്കിനെയാണ് ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഈ രണ്ട് ടെക്നീക്കിനും അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അതെന്താണെന്ന് അതുപോലെ തന്നെ ഈ ട്രീറ്റ്മെൻറ്റ് എല്ലാ പേഷ്യൻറ്റിനും ഓപ്ഷൻ ആയിട്ടുള്ളതും അല്ല. സോ ഡോക്ടർ യു വിൽ ഹാവ് എ ഡിസ്കഷൻ വിത്ത് ദ ഡോക്ടർ ഇതിൽ ഏത് ടെക്നീക്കാണ് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളതെന്ന്. ഓക്കെ.
അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യം, ഇവിടെ പലതവണ IVF ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഫെയിലിയർ ആയിട്ടുള്ള കപ്പിൾസിന് സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാംസ് ഉണ്ട്. അതായത് സ്പെഷ്യലൈസ്ഡ് ഇമ്മ്യൂൺ ഇഞ്ചെക്ഷൻസ് അല്ലെങ്കിൽ PGT, എർഗ, HLT മുതലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് നമ്മൾക്കിവിടെ ലഭ്യമാണ്. സോ ഇതിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റിയിട്ട് again you will have a different video which will help you in understanding what exactly it is. Thank you. Craft Fertility Center, caring couples.